നമ്മളിന്ന് 36 സൈസിൻ്റെ ഒരു ബ്ലൗസാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് അളവ് എടുക്കേണ്ടതെന്നും അത് കട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ആദ്യം നമ്മൾ ബ്ലൗസിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് നോക്കുക. ലെങ്ത്തും നോക്കണം, ചെസ്റ്റ് അളവും നോക്കണം. എന്നിട്ട് വേണം നമ്മൾ തുണി മടക്കിയിടാനായിട്ട്. ഇതാ ഇപ്പോൾ ഞാൻ 36 ഇഞ്ചിൻ്റെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചെസ്റ്റിന് 4 ഭാഗം ചെയ്യുമ്പോൾ 9 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ടക്ക് കൊടുക്കുന്നത് 1.25 ഇഞ്ചിലാണ്. അപ്പോൾ നമ്മൾക്ക് ഒരു 3.5 ഇഞ്ചും ആ 9 ഇഞ്ചിൻ്റെ കൂടെ ഒരു 3.5 ഇഞ്ചും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് തുണി മടക്കാം. അപ്പോൾ ഇവിടെ എനിക്ക് 12.5 ഇഞ്ചാണ് വേണ്ടത്. ഇതാ ഈ 12.5 ഇഞ്ചിൽ ഞാൻ തുണി മടക്കിയിട്ടിട്ടുണ്ട്. തുണി ഇങ്ങനെയാണ് മടക്കിയിടുന്നത്. ഇതാ ഇതുപോലെ നീളത്തിലാണ് ഞാൻ മടക്കിയിട്ടിട്ടുള്ളത്. ഇനി നമ്മുടെ ഇറക്കാണ് മാർക്ക് ചെയ്യുന്നത്. ബാക്ക് പോർഷനാണ് ആദ്യം നമ്മൾ മാർക്ക് ചെയ്യുന്നത്. 14.5 ഇഞ്ചാണ് ഇറക്കം. ഇറക്കം വന്നിട്ട് 14.5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് 15.5 ഇഞ്ചിലാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. എത്രയാണോ ഇറക്കം വേണ്ടത് അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ ആഡ് ചെയ്യുക. മുകളിൽ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്, താഴെയും 1/2 ഇഞ്ച്, അങ്ങനെ 1 ഇഞ്ച് നമ്മൾ അധികം മാർക്ക് ചെയ്തതിന് ശേഷം ദാ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിടുക. ഇനി അടുത്തത് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ഷോൾഡർ ആണ്. ഇപ്പോൾ ഒരാളുടെ ഷോൾഡർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ ഈ കസ്റ്റമറുടെ ഷോൾഡർ 14 ഇഞ്ചാണ്. അപ്പോൾ 14 ഇഞ്ചിൻ്റെ ഹാഫ് കാണുക. 14 ഇഞ്ചിൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 7 ഇഞ്ച് വരും. ബ്ലൗസ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഹാഫ് അല്ല എടുക്കുക. ഈ ഹാഫ് എത്രയാണോ കിട്ടിയത് അതിൽ നിന്ന് 1.5 ഇഞ്ച് മൈനസ് ചെയ്യണം. 1.5 ഇഞ്ച് മൈനസ് ചെയ്യുക. അപ്പോൾ 7-ൽ നിന്ന് 1.5 ഇഞ്ച് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 5.5, അതായത് 5.5 ഇഞ്ച് നമ്മൾ ഇതാ ഷോൾഡറിന് മാർക്ക് ചെയ്യുന്നു. 5.5 ഇഞ്ചാണ് ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. ഷോൾഡർ ശ്രദ്ധിക്കുക, എത്രയാണോ ഷോൾഡർ അതിൻ്റെ ഹാഫ് കണ്ടതിന് ശേഷം 1.5 ഇഞ്ച് മൈനസ് ചെയ്യുക. ഇനി നമുക്ക് ഇപ്പോൾ 7 ഇഞ്ചാണെങ്കിൽ 7 ഇഞ്ചിൻ്റെ 1.5 ഇഞ്ച് കുറയ്ക്കുമ്പോൾ 5.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി താഴത്തേക്ക് ശരിക്കും 5.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്താൽ മതിയാകും. അതല്ല, ഇത്തിരി ഈ ചേച്ചിക്ക് കൈ കുറച്ചുകൂടെ വണ്ണമുണ്ട്. ചിലർക്ക് 5.5 തന്നെ എടുത്താൽ അവരുടെ ആം ഹോൾ കറക്റ്റ് കിട്ടും. ആം ഹോൾ എത്ര കിട്ടുന്നോ അതനുസരിച്ച് നമ്മൾ ചെയ്യുക കേട്ടോ. അപ്പോൾ 5.5 ഇഞ്ചിൽ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 1/2 ഇഞ്ച് ഇവിടെ തയ്ച്ചു പോകണമല്ലോ. അപ്പോൾ 1/2 ഇഞ്ച് സീം എലവൻസ് വേണം. അപ്പോൾ ഞാനൊരു 6 ഇഞ്ചിലാണ് താഴത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 6 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെയും 5.5 ഇഞ്ച് തന്നെയാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേണം മാർക്ക് ചെയ്യാൻ. ഒരു പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയാൽ നമ്മുടെ മെഷർമെൻറ്റ് മൊത്തം തെറ്റും. ഒരു 1/4 ഇഞ്ച് മാറിയാൽ മതി, അപ്പോൾ തന്നെ നമ്മുടെ അളവിൽ വ്യത്യാസം വരും. അപ്പോൾ എല്ലാം നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റ് നോക്കി ചെയ്യാം. ഇപ്പോൾ 6 ഇഞ്ച്, ഇതേ 6 ഇഞ്ച് തന്നെ ഞാൻ ഇവിടെയും കൊടുത്തിട്ട് ഇവിടെ ഇതുപോലൊരു ബോക്സ് ആയിട്ട് വരയ്ക്കുകയാണ്. അപ്പം ഇത്രയും ഭാഗം ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ഇവിടെ 1.5 ഇഞ്ചാണ് ആം ഹോൾ വരയ്ക്കാനായിട്ട് ഞാൻ കൊടുക്കുന്നത്. 1.5 ഇഞ്ച്. ഈ 1.5 ഇഞ്ച് ഇവിടെ ആം ഹോൾ വരയ്ക്കാൻ മാർക്ക് ചെയ്തു. ഇനി ഇതിൻ്റെ ഹാഫ്, 6ൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 3 ഇഞ്ച്. ഈ 3 ഇഞ്ചിൽ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് ആം ഹോൾ കർവ് വരയ്ക്കുന്നത്. ഈ കർവ് വരച്ച് ഇവിടെ എത്തണതിന് മുന്നേ നമ്മളിവിടെ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. 36 ഇഞ്ചാണ് ചെസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ 4/1 ഭാഗം 9 ഇഞ്ച് വരും. കറക്റ്റ് ആ 9 തന്നെയാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. കാരണം ഹാഫ് ബ്ലൗസ് ഒന്നും നമ്മളങ്ങനെ ലൂസായിട്ട് ഇടാറില്ല. നല്ല കറക്റ്റ് ടൈറ്റായിട്ട് തന്നെ നിന്നാൽ തന്നെ അതിന് ഭംഗിയുള്ളൂ. അപ്പോൾ നമ്മൾ അതിന് വേറെ എക്സ്ട്രാ ഒന്നും കൊടുക്കുന്നില്ല. അളവെടുക്കുമ്പോൾ നമ്മൾ കറക്റ്റ് ടേപ്പ് പിടിച്ച് വേണം എടുക്കാനായിട്ട്. കറക്റ്റ് ചെസ്റ്റ് അളവ് വല്ലാണ്ട് വലിച്ചു പിടിച്ചെടുക്കരുത്. ചെറിയൊരു ലൂസിൽ
ചെറിയൊരു ലൂസ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ റൗണ്ട് പിടിക്കുമ്പോൾ നമ്മുടെ ഒരു വിരൽ ടേപ്പിനുള്ളിൽ വെച്ചിട്ട് അത്രയും ലൂസ് മതി. അങ്ങനെ വേണം അളവെടുക്കാനായിട്ട്. അപ്പോൾ ആ കറക്റ്റ് 36 ഇഞ്ച് ആണെങ്കിൽ അതിൻ്റെ 4/1 ഭാഗം മാത്രം അടയാളപ്പെടുത്തി കൊടുത്താൽ മതി, വേറെ ലൂസൊന്നും കൊടുക്കണ്ട. അങ്ങനെ 9 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിവിടെ വേണ്ടത് വേസ്റ്റ് അളവാണ്. ഇവിടെ 32 ഇഞ്ചാണ് വേസ്റ്റ്. അപ്പോൾ അതിൻ്റെ 4/1 ഭാഗം എന്ന് പറഞ്ഞാൽ 8 ഇഞ്ച് വരും. ആ 8 ഇഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. 32 ഇഞ്ചാണെങ്കിൽ 8 ഇഞ്ച് വരും. അപ്പോൾ നമ്മളത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ 30 ഇഞ്ചാണെങ്കിൽ 7.5. അത് ഇവിടെ എത്രയാണോ നിങ്ങളുടെ മെഷർമെൻറ്റ് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇത് തമ്മിൽ ജോയിൻ ചെയ്യാം. ഒന്നര ഇഞ്ച് സീം അലവൻസ് കൊടുത്തിട്ടാണ് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിവിടെ ആം ഹോളും കൂടെ വരച്ച് കറക്റ്റ് ചെയ്യാം. ഇതാ ഇപ്പോൾ ഒരു ആം ഹോൾ കർവ് വെച്ചിട്ട് ഞാനിവിടെ സ്ലീവ് വരച്ചെടുക്കുകയാണ്. ഇതാണ് നമ്മുടെ ആം ഹോൾ കർവ്. അപ്പോൾ നമുക്കിവിടെ ആം ഹോൾ കർവ് എത്രയാണെന്ന് നോക്കാം. 16 ഇഞ്ചായിരുന്നു എനിക്ക് വേണ്ടത്, ആം ഹോളായിട്ട് വേണ്ടത്. ഒരു 1/4 ഇഞ്ച്, 1/2 ഇഞ്ചോളം നമുക്കിവിടെ മുകളിലേക്ക് സീം അലവൻസ് ആയിട്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ അളവിൽ തന്നെ ഇത് മാർക്ക് ചെയ്യാം. ഇനിയിപ്പോൾ ഇതിൻ്റെ നമുക്ക് സീം അലവൻസ് കൂടെ കൂട്ടിയിട്ടാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്ത് വരുമ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ കറക്റ്റ് ആം ഹോൾ ഇവിടെ കിട്ടും. ആം ഹോള് ടൈറ്റായി പോകരുത്, ലൂസായി പോകാനും പാടില്ല. ആം ഹോളും കറക്റ്റ് അളവിൽ നമുക്ക് എടുക്കാം. എന്നിട്ട് അതിനോട് ഒരു 1/4 ഇഞ്ചെങ്കിലും സീം അലവൻസ് കൂടുതൽ നമുക്ക് ഇവിടെ കിട്ടണം. ഇനി നമുക്ക് നെക്ക് പോർഷൻ മാർക്ക് ചെയ്യാം. ഇവിടെ ബാക്ക് നെക്ക് വന്നിട്ട് 8 ഇഞ്ചാണ്. കഴുത്തകലം 2.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരുവിധമുള്ളവർക്കൊക്കെ 2.5 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുക. ഇനിയിപ്പോൾ ബാക്കൊക്കെ വല്ലാണ്ട് വൈഡ് ചെയ്തൊക്കെ തയ്ക്കണം എന്നുണ്ടെങ്കിൽ 2 ഇഞ്ച് എടുത്താൽ മതിയാകും. വല്ലാണ്ട് വൈഡ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ മാത്രം 2 ഇഞ്ച് കൊടുക്കുക, അല്ലെങ്കിൽ 2.5 ഇഞ്ച് തന്നെ വേണം, അല്ലെങ്കിൽ കഴുത്ത് വല്ലാണ്ട് കുടുങ്ങി നിൽക്കുന്നത് പോലെ തോന്നും. ഇവിടെ ഞാൻ 2.5 ഇഞ്ച് തന്നെയാണ് കൊടുക്കുന്നത്. ഇതൊരു ബോക്സ് ആയിട്ട് വരയ്ക്കുക. ഇവിടെ റൗണ്ട് ഷേപ്പാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ. ഈ ഒരു മെഷർമെൻറ്റിൽ തയ്ക്കുകയാണെങ്കിലാണ് നമ്മൾ ഇത് ഷോൾഡറൊക്കെ ഇത്രയും എടുക്കുന്നത്. ഇനി നമ്മുടെ ബാക്ക് നെക്ക് ഇറങ്ങും തോറും നമ്മുടെ ഷോൾഡർ കുറച്ച് കൊണ്ടുവരണം, അല്ലെങ്കിൽ ഷോൾഡർ വിരിഞ്ഞു പോകും. ഈ അളവിൽ 8 ഇഞ്ച് വരെ മതിയെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ മെഷർമെൻറ്റ് എടുക്കാവുള്ളൂ. 8-8.5 വരെ നമുക്ക് ഈ 5.5 ഇഞ്ച് മെഷർമെൻറ്റിൽ തന്നെ നമുക്ക് കൊടുക്കാം. ഇതാണ് നമ്മുടെ ബാക്ക് പോർഷൻ. ഇനി നമുക്ക് പലർക്കും ഈ ഷോൾഡറിൻ്റെ ഭാഗം ഇറങ്ങിപ്പോകുന്നുണ്ടാകും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഒരു 1/4 ഇഞ്ച് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ചെരിച്ച് മാർക്ക് ചെയ്യുക. ഈ കട്ടിങ് ഇവിടെ നെക്കിൻ്റെ അവിടെ ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് ഇവിടെയും അതുപോലെ തന്നെ നമുക്ക് കൊടുക്കാം. ഇങ്ങനെ ഒന്ന് ചെറുതായി കർവ് ചെയ്തിട്ട് നമുക്ക് ഈ ഷോൾഡറിൻ്റെ ഭാഗം കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഇങ്ങനെ വേണം അടിച്ചെടുക്കാനായിട്ട്. അതേ ഷേപ്പിൽ തന്നെ അടിച്ചെടുക്കുക. അപ്പോൾ
നമുക്ക് ആ ഷോൾഡർ ഇറങ്ങി പോകുന്ന ആ പ്രശ്നം ഉണ്ടാവില്ല. ഒരു 1/4 ഇഞ്ച് കുറച്ചാൽ മതി. ഒരു 1/4 ഇഞ്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് വരച്ചെടുക്കുക. ഇനി നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട് പോർഷനാണ്. ഇതാ 2.5 ഇഞ്ച് തന്നെയാണ് നെക്കിൻ്റെ വിഡ്ത്ത് കൊടുക്കുന്നത്. ഇവിടെ നിന്ന് 6.5 ഇഞ്ചാണ് ഇറക്കം കൊടുക്കുന്നത്. ഒരുവിധം നോർമൽ ഉള്ള അധികം ഹൈറ്റ് ഇല്ലാത്തവർക്കൊക്കെ ഒരു 6.5 മതിയാവും. ചിലർക്ക് കുറച്ചുകൂടെ ഇറങ്ങി നിൽക്കണം എന്നുണ്ടെങ്കിൽ ഒരു 7 ഇഞ്ച് വരെ നമുക്ക് കൊടുക്കാം. ഞാൻ നോർമലി 6.5 ഇഞ്ചാണ് എടുക്കാറുള്ളത്. പിന്നെ നെക്ക് ഇവിടെ മാർക്ക് ചെയ്യുമ്പോൾ ഒരു 2.25 ഇഞ്ച് കൊടുക്കാറുണ്ട്. ഇതാ 2.25 താഴ്ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇവിടുന്ന് ഒന്ന് ചെരിച്ച് മുകളിലേക്ക് വരച്ചു കൊടുക്കുകയാണ്. 2.5 ഇഞ്ചിൽ തന്നെ നമ്മൾ നെക്ക് വരച്ചിട്ടുണ്ടെങ്കിൽ കഴുത്ത് ഇടുങ്ങി നിൽക്കുന്നത് പോലെ തോന്നും. അപ്പോൾ ഒരു 1/4 ഇഞ്ച് നീക്കിയിട്ട് നമ്മളൊന്ന് ജസ്റ്റ് റൗണ്ട് ഷേപ്പ് തന്നെ കൊടുക്കുകയാണ്. ആം ഹോളും ഇതേപോലെ തന്നെ 6 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം. ഇവിടെ നിന്ന് 5.5 ഇല്ലേന്ന് കറക്റ്റ് നോക്കുക. ഇതാ കണ്ടോ, ഇതിപ്പോൾ 5.25 മാർക്ക് ചെയ്ത്. ഇപ്പോൾ 5.5 ഇഞ്ചിലാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ഇവിടെ നിന്ന് 6 ഇഞ്ച്. ആറ് ഇഞ്ചിൽ തന്നെ ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കുക. നേരത്തെ വരച്ചതുപോലെ ഒരു ബോക്സ് ആക്കി വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിലെ ചെസ്റ്റ് അളവ് കൊടുക്കുമ്പോൾ 9 ഇഞ്ചായിരുന്നല്ലോ നമ്മുടെ ചെസ്റ്റ് അളവ് എന്ന് പറയുന്നത്. 9 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ച് നമ്മൾ ഇവിടെ ഒരു ടക്ക് വരുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് 1 ഇഞ്ച് ആഡ് ചെയ്യുക. അങ്ങനെ 10 ഇഞ്ചിലാണ് നമ്മൾ ഫ്രണ്ട് പോർഷനിൽ മാർക്ക് ചെയ്യുന്നത്. ഇത് ശ്രദ്ധിക്കുക, ഇവിടെ 9 ഇഞ്ച് കൊടുക്കരുത്. 9ൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ കൊടുക്കണം. അതിവിടെ ഒരു ടക്ക് ഇടാൻ വേണ്ടിയിട്ടാണ്. 1/2 ഇഞ്ചിലാണ് നമ്മൾ ടക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 1 ഇഞ്ച് അധികം കൊടുത്തിട്ട് 10 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. ഇവിടെ സീം അലവൻസ് 1.5 ഇഞ്ച്. ഇനി ഫ്രണ്ട് പോർഷനിലെ ആം ഹോൾ കട്ട് ചെയ്യുമ്പോൾ 1/2 ഇഞ്ച് കുറച്ച് 1 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. ബാക്കിൽ നമ്മൾ 1.5 ഇഞ്ചാണ് കൊടുത്തത്. ഫ്രണ്ട് പോർഷനിൽ നമ്മൾ 1 ഇഞ്ചേ കൊടുക്കുന്നുള്ളൂ. ഇതിപ്പോൾ ഇങ്ങനെ ഉള്ളിലേക്ക് മാത്രം കുഴിച്ചു വെട്ടുന്നവരുണ്ട്. ഞാൻ കുറച്ച് പുറത്തേക്കും കൂടെ ഷേപ്പ് എടുത്തിട്ടാണ് കട്ട് ചെയ്യുന്നത്. കാരണം ഇവിടെ ചിലരുടെ ബ്ലൗസ് കണ്ടിട്ടില്ലേ, ഈ ഭാഗം ഇങ്ങനെ ചുളുങ്ങി നിൽക്കാറുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് കയറ്റി വെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുകളിൽ നിന്ന് തന്നെ ഷേപ്പ് എടുത്തിട്ട് നമ്മൾ വെട്ടിക്കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ആ ഒരു ചുളിവ് നമ്മുടെ ബ്ലൗസിൽ ഉണ്ടാവില്ല. ഇപ്പം ഞാൻ ഇതാ ഒന്ന് മുകളിൽ നിന്ന് തന്നെ ആ ഷേപ്പ് കൊടുത്തിട്ടാണ് വരച്ചെടുക്കുന്നത്. ഇതാ ഫ്രണ്ട് പോർഷനിലെ ആം ഹോൾ നമ്മൾ നോക്കേണ്ടത് കറക്റ്റ് തന്നെ ആയിരിക്കും. ഈ ടക്ക് വരുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്രയും ഇതായി വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് കറക്റ്റ് തന്നെ ആയിരിക്കും. ഇങ്ങനെയാണ് ഫ്രണ്ട് പോർഷനിലെ ആം ഹോള് വരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഫ്രണ്ട് പോർഷനിലെ മോൾ ഭാഗവും ഇതുപോലെ തന്നെ ഒരു 1/4 ഇഞ്ചിൽ ഒന്ന് കർവ് ചെയ്ത് വരച്ച് വയ്ക്കാം. ഇനി നമ്മൾ ടക്കാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. 10 ഇഞ്ചിലാണ് എനിക്കിവിടെ ടക്ക് വേണ്ടത്. അപ്പോൾ 1/2 ഇഞ്ച് മുകളിലും കൂടെ പോകില്ല. 10.5 ഇഞ്ചിലാണ് ഞാൻ ടക്ക് പോയിൻ്റ് മാർക്ക് ചെയ്യുന്നത്. 10.5 ഇഞ്ചിൽ ടക്ക് പോയിൻ്റ് മാർക്ക് ചെയ്തു. ഈ ടക്ക് പോയിൻറ്റിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അകലം എന്ന് പറയണത് 4.25 ഇഞ്ചാണ്. ഒരുവിധം എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. 4.25 ഇഞ്ച് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ 4.25 ഇഞ്ചിൽ നമ്മൾ
ഇവിടെ നിന്ന് ഇങ്ങോട്ട് 4.25 ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്യുക. മോളിൽ നിന്ന് താഴത്തേക്ക് എത്രയാണോ നമ്മൾ മെഷർമെൻ്റ് എടുക്കുമ്പോൾ ടക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് അതിനോട് ഒരു 1/2 ഇഞ്ചും കൂടെ ചേർത്തിട്ട് വേണം ടക്ക് പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാൻ. അപ്പം ഞാനിവിടെ ഒരു 10.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നോർമലി നമ്മുടെ ഒരു അളവെന്ന് പറയണത് 3.5 ഇഞ്ചാണ്. 3 തൊട്ട് 3.5 വരെ നമ്മൾ കൊടുക്കും. ബ്രസ്റ്റ് സൈസ് കൂടുതലുള്ളവർക്കാണ് 3.5ലും കൂടുതൽ കൊടുക്കേണ്ടത് ആവശ്യമുള്ളൂ. ഇപ്പോൾ ഒരു നോർമൽ ആൾക്കാർക്ക് നമുക്കൊരു 3.5 കൊടുത്താൽ മതി. ഈ 3.5 കൊടുക്കുമ്പോഴും ഇവിടുത്തെ അളവ് നമ്മൾ നോക്കുക 4.25 തന്നെയാണോ എന്ന്. ഇതാ ഒരു ചെറിയ പോയിന്റ് വ്യത്യാസം വന്നാൽ നമ്മുടെ ടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും. കറക്റ്റ് ആ 4.25 തന്നെ എടുക്കുക. ഇവിടെ നിന്ന് 3.5 ഇഞ്ചിൽ നമ്മൾ താഴത്തേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതാ ഈ 3.5 ഇഞ്ചിൽ നമ്മൾ ഇങ്ങോട്ട് വരച്ചിട്ടുണ്ടല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ടക്ക് പോയിന്റിന്റെ അകലം 1.25. 1.5 ഇഞ്ച് വരെ 1.5 ഇഞ്ചാണ് തീരെ വണ്ണം ഇല്ലാത്തവർക്കൊക്കെ അല്ലെങ്കിൽ അധികം ബ്രസ്റ്റ് ഇല്ലാത്തവർക്കൊക്കെ 1.5 ഇഞ്ച് മതിയാകും. അല്ലാത്തവർക്ക് കുറച്ചുകൂടെ കൂട്ടിയിടാം. ഞാനിവിടെ 1.25 എടുക്കുന്നത്. ഈ 1.25 കൂട്ടിയിട്ടാണ് ചെസ്റ്റ് അളവിൻ്റെ കൂടെ ഈ 1.25 എന്ന് പറയുമ്പോൾ 2 സൈഡിലേക്ക് നമ്മൾ കൊടുക്കുമല്ലോ. അപ്പോൾ 3.5 ഇഞ്ച് വരും. ഈ 3.5 ഇഞ്ച് നോക്കിയിട്ടാണ് നമ്മളിവിടെ തുണി മടക്കിയിടുന്നത്. 9ൻ്റെ കൂടെ 3.5 കൂടെ കൂട്ടി 12.5 ഇഞ്ച് ആ അളവിലാണ് നമ്മളിവിടെ തുണി മടക്കിയിട്ടിട്ടുള്ളത്. ഇതാ ഇതിങ്ങനെ ഒന്ന് വരച്ചെടുക്കുക. ഇനി ഇവിടെ നിന്ന് നേരെ ടേപ്പ് നമ്മൾ നേരെ വെച്ച് കൊടുക്കുകയാണ്. നേരെ വെച്ച് കൊടുത്തിട്ട് 2 സൈഡിലും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് മെഷർമെൻറ്റ് കൊടുക്കാൻ എളുപ്പത്തിനാണ് 2 സൈഡും നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ഈ ഭാഗത്ത് 1.5 ഇഞ്ച് നമ്മൾ ഇവിടെ കൊടുക്കുകയാണ് കേട്ടോ. ഇവിടെ ഒരു 1.5 ഇഞ്ച് കൊടുത്തിട്ട് അതെല്ലാ ബ്ലൗസിനും അങ്ങനെ തന്നെയാണ്. 1.5 ഇഞ്ച് കയറ്റി വെട്ടണം. അപ്പോൾ ആ 1.5 ഇഞ്ചിൽ നിന്ന് നമുക്ക് ടേപ്പ് വെച്ച് ഇങ്ങനെ വരയ്ക്കണമെങ്കിൽ വരയ്ക്കാം, അല്ലെങ്കിൽ കൈ കൊണ്ട് ഷേപ്പ് ചെയ്ത് വരയ്ക്കാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെയും വരയ്ക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുക. 1.5 ഇഞ്ചാണ് ഇവിടുത്തെ അകലം കൊടുക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് കയറ്റി കൊടുക്കുക. 1/2 ഇഞ്ച്. ഈ 1/2 ഇഞ്ചിലേക്കാണ് നമ്മളിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ കണ്ടോ നമ്മുടെ പട്ട വെട്ടുന്ന ഒരു ഷേപ്പ് തന്നെ വന്നിട്ടില്ലേ? അതുപോലെ തന്നെ ഇവിടെ 1/2 ഇഞ്ചും ഈ സൈഡിൽ 1.5 ഇഞ്ചുമായിട്ട് നമ്മൾ മാർക്ക് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇവിടെ 2 ടക്കും കൂടെ കൊടുക്കണം. ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് മുകളിലേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. 1/2 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു. നേരത്തെ വെച്ച പോലെ ടേപ്പ് നേരെ വയ്ക്കുക. ഇതാ ഇവിടെ നിന്ന് ഒരു 2.5 ഇഞ്ചോളം നമ്മൾ ഒരു ടക്കിനായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു. 2.5 ഇഞ്ച്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അകലം എന്ന് പറയുന്നത് 1.5 ഇഞ്ചാണ്. 1.5 ഇഞ്ചാണ് അകലം ഇടേണ്ടത് ഈ ടക്കുകൾ തമ്മിൽ നിൽക്കാനായിട്ട്. 1.5 ഇഞ്ചിൽ കൂടുതൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല. എന്നാലും നല്ല ഷേപ്പിൽ നിൽക്കണമെങ്കിൽ 1.5 ഇഞ്ച് കൊടുത്താൽ മതിയാകും. ഇതാ 1.5 ഇഞ്ചിൽ ഇങ്ങോട്ടും 1.5 ഇഞ്ച് വിട്ട് ഇങ്ങോട്ടും മാർക്ക് ചെയ്തെടുത്തു. ഇനി ഇവിടെ നിന്നും മുകളിലേക്ക് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതാ ഇവിടെ നിന്നും നമ്മളൊരു ടക്ക് പോയിന്റ് ഇങ്ങോട്ട് കൊടുക്കുകയാണ്. ചിലർ കറക്റ്റ് ഈ കോണിൽ നിന്ന് കൊടുക്കാറുണ്ട്. അപ്പോൾ കുറച്ച് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് കയറി നിൽക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യാറുള്ളത്. അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ നിന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അടിക്കുമ്പോഴും നല്ല കറക്റ്റായിട്ട് ഇങ്ങനെ മടക്കിയെടുക്കാനായിട്ട് പറ്റും. ആ രീതിയിലാണ് ഞാനിവിടെ
ടക്ക് കൊടുക്കാറുള്ളത്. ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വര കൊടുത്തു. ഇപ്പോൾ നമ്മുടെ 4 ടക്കുകളും വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിവിടെ ഈ 2 എണ്ണത്തിനും നമ്മൾ 1/2 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടും 1/2 ഇഞ്ച്. കണ്ടോ, ഇപ്പോൾ 1 ഇഞ്ച് വന്നു. ആ 1 ഇഞ്ചാണ് നമ്മളിവിടെ അധികമായിട്ടെടുത്ത് 10 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഈ ടക്ക് ഇവിടെ ഇടുമ്പോൾ കറക്റ്റ് ഇവിടെ 9 ഇഞ്ച് തന്നെയാണ് നമുക്ക് കിട്ടുക. ഇനി നമുക്ക് ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചതിന് ശേഷം ചെയ്യുക. അപ്പം നമ്മുടെ പോയിന്റുകളൊക്കെ നല്ല കറക്റ്റായിട്ട് കിട്ടും. ഇനി ഇവിടുത്തെ ടക്കിലും നമ്മൾ 1/2 ഇഞ്ചാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ 1/2 ഇഞ്ച് ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക. ഇതിലൂടെ തന്നെ തയ്ക്കുമ്പോൾ നമുക്ക് കറക്റ്റ് 2 സൈഡും ഇതുപോലെ തന്നെ മാർക്ക് ചെയ്ത് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അപ്പോൾ രണ്ടും കറക്റ്റായിട്ട് തന്നെ വരും. ഈ സൈഡിൽ നമ്മൾ 1/4 ഇഞ്ചേ കൊടുക്കുന്നുള്ളൂ. ഇത് ഒരു 1/4 ഇഞ്ചിൽ മാർക്ക് ചെയ്താൽ മതി. ഇത്രയാണ്, ഈ ഭാഗമാണ് നമുക്ക് കറക്റ്റായിട്ട് വരേണ്ടത്. ഇത്രയാണ് നമ്മുടെ ഇവിടുത്തെ മെഷർമെൻറ്റ് വരുന്നത്. ഇനി നമുക്ക് ഇവിടെ കറക്റ്റ് അളവിൽ നമുക്ക് വേണമെങ്കിൽ വരച്ചെടുക്കാം. അപ്പോൾ അന്നേരം നോക്കൂ, നമ്മുടെ 8 ഇഞ്ചാണ് താഴത്തെ അളവെന്ന് പറഞ്ഞല്ലോ. ഇവിടെ ഇപ്പോൾ 3 ഇഞ്ച് നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഇവിടെ 1/2 ഇഞ്ച്, ഒരു 1/4 ഇഞ്ചോളം പട്ടയ്ക്ക് പോകും. ഇവിടെ മടക്കി അടിക്കും. അപ്പോൾ 2.5 ഇഞ്ച് നമ്മൾ നോക്കിയാൽ മതി. 2.5. അപ്പോൾ ഈ 2.5 നമ്മൾ ഇപ്പുറത്തെ ഈ പോയിന്റിൽ വെച്ചിട്ട് ഇങ്ങോട്ട് നോക്കുക. ഇവിടെ 8 ഇഞ്ച് കണ്ടോ, ഇങ്ങനെയാണ് നമുക്ക് വരിക. ഇത് നമ്മൾ നോക്കണ്ട, ഇത് കറക്റ്റ് തന്നെയായിരിക്കും. ഈ പോയിന്റ് നമുക്ക് ഇങ്ങോട്ട് മടക്കുമ്പോൾ അത് കറക്റ്റ് ഷേപ്പിന് തന്നെ വന്ന് നിൽക്കും. ഇതൊന്നും നിങ്ങളിപ്പോൾ നോക്കണ്ട, നമ്മൾ ബാക്ക് സൈഡ് അടിച്ചേക്കണത് വെച്ചിട്ട് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. നമുക്കിനി ഇത് ഈ പോയിന്റിലൂടെ തന്നെ കട്ട് ചെയ്ത് മാറ്റാം. ഇവിടെ നിന്ന് ഞാൻ ഇത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അധികമുള്ളത് കട്ട് ചെയ്ത് കളയാം. ഈ ബാലൻസ് പീസിൽ നിന്ന് നമുക്ക് 1.5 ഇഞ്ചിൽ ഒരു പീസ് വെട്ടിയെടുക്കാം. കാരണം നമ്മുടെ ബാക്ക് പീസിൽ മടക്കി അടിക്കാൻ വേണ്ടിയിട്ടാണ്. ഒൻപതര ഇഞ്ചിൽ 8 ഇഞ്ചായിരുന്നു നമ്മൾ വേസ്റ്റ് വണ്ണം കൊടുത്തിട്ടുണ്ടായിരുന്നത്. 1.5 ഇഞ്ച് സീം അലവൻസും കൂടെ കൂടി 9.5 ഇഞ്ച്. ആ 9.5 ഇഞ്ചിൽ നമ്മളൊരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ ബ്ലൗസിൻ്റെ പട്ട വെട്ടിയെടുക്കാൻ പോവുകയാണ്. അത് എടുക്കുന്നതിന് മെഷർമെൻ്റ് എന്ന് പറയണത് ഫ്രണ്ട് പോർഷൻ്റെ ഭാഗം, ഈ നമ്മുടെ കൊളുത്തിടുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം 4 ഇഞ്ചിലാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 4 ഇഞ്ച്. ഇനി നമ്മുടെ വേസ്റ്റ് വണ്ണെന്ന് പറയണത് 8 ഇഞ്ചാണ്. ആ 8 ഇഞ്ച് നമ്മളൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുകയാണ്. ഇത് നമ്മൾ ആ ആം ഹോൾ കട്ട് ചെയ്ത പോർഷനിൽ നിന്നാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. അതാണ് ഇവിടെ ഒരു ലൈൻ നിൽക്കുന്നത് കേട്ടോ. 8 ഇഞ്ച്.
അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് നമ്മൾ സീം അലവൻസും കൂടെ കൊടുത്തു. ഇനി ഈ 8 ഇഞ്ചിൻ്റെ ഹാഫ്, സീം അലവൻസിൻ്റെ അല്ല, ഈ 8 ഇഞ്ചിൻ്റെ ഹാഫ് നമ്മൾ എടുക്കുക, അതായത് 4 ഇഞ്ച്. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് 4 ഇഞ്ചാണ്. ഇനി ഇതിൻ്റെ ഹാഫിൽ വെച്ചിട്ട് നമ്മൾ 3.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഈ 8 ഇഞ്ചിലും നമ്മൾ 3.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇവിടെയും നമ്മൾ 3.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. പട്ട കട്ട് ചെയ്യാൻ പലരും സംശയം പറയാറുണ്ട്. ഇതാണ് ഇതിൻ്റെ മെഷർമെൻ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല ഷേപ്പിൽ തന്നെ നമുക്ക് പട്ട കിട്ടും. ഇവിടെ 3 ഇഞ്ച് കേട്ടോ, തെറ്റിയതാണ്. ഇവിടെ 3 ഇഞ്ച്, ഈ സൈഡ് ഭാഗം 3.5 ഇഞ്ച് കണ്ടില്ലേ. ഇനി നമ്മളിവിടെ ഈ 4 ഇഞ്ചിൽ നിന്ന് ഈ 3 ഇഞ്ചിലേക്ക് നമ്മളിങ്ങനെ കുഴിച്ചൊന്ന് വരച്ചെടുക്കുകയാണ്. 3.5 അല്ല കേട്ടോ, 3 ഇഞ്ചാണ്. ഇനി നമ്മൾ ആ എൻ പോർഷനിലേക്ക് മാർക്ക് ചെയ്തെടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്താൽ നിങ്ങൾക്ക് നല്ല കറക്റ്റായിട്ട് ബ്ലൗസിൻ്റെ പട്ട കിട്ടും, നല്ല ഷേപ്പിൽ ഇരിക്കുകയും ചെയ്തോളും. പിന്നെ നമ്മൾ ഈ പട്ട അടിക്കുമ്പോൾ ഒരു കട്ടിയുള്ള തുണി ഉള്ളിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ പട്ട ഇങ്ങനെ ചുളുങ്ങി പോകാണ്ട് നല്ല നീറ്റിൽ നിന്നോളും. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അടുത്തത് നമ്മൾ സ്ലീവാണ് കട്ട് ചെയ്യുന്നത്. 7.5 ഇഞ്ചാണ് കൈയുടെ ഇറക്കം വന്നിട്ട്. അപ്പോൾ അത് ലൈനിങ് വെച്ചിട്ടായതുകൊണ്ട് നമ്മൾ 1 ഇഞ്ച് അധികം ചേർത്തിട്ട് 8.5 ഇഞ്ചിൽ നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. 8.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ലൈനിങ് ഇല്ലാത്ത ക്ലോത്ത് ആണെങ്കിൽ 1.5 ഇഞ്ച് എടുക്കണം. ഇത് ലൈനിങ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ 8.5 ഇഞ്ച് എടുത്തിട്ടുള്ളത്. ഇതേ 8.5 ഇഞ്ച് ഈ സൈഡിൽ വെച്ചിട്ട് 3.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 3.5 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 3.5 ഇഞ്ചിലേക്ക് ഇവിടെ നിന്ന് നമ്മുടെ ആം ഹോൾ എത്രയായിരുന്നു? 8 ഇഞ്ച്. 16 ഇഞ്ചാണ്. അതിൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 8 ഇഞ്ച് വരും. അപ്പോൾ ആ 8 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. 8 ഇഞ്ചിലേക്ക് നമ്മളിങ്ങനെ ഒരു ലൈൻ കൊടുക്കുകയാണ്. ഈ 8 ഇഞ്ചിൽ നിന്ന് ഇതിൻ്റെ ഹാഫ് 4 ഇഞ്ചിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇവിടെ താഴെ കൈയുടെ വണ്ണം വന്നിട്ട് 12 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 6 ഇഞ്ച്. ഈ 6 ഇഞ്ചിലേക്ക് മുകളിൽ നിന്ന് ഇങ്ങനെ നമ്മൾ വരച്ചു കൊടുക്കുന്നു. ഒരു 1.5 ഇഞ്ച് സീം അലവൻസ് ഇട്ടിട്ട് ഇതുപോലെ വരച്ചെടുത്തു. ഇനി നമുക്കിതിൻ്റെ മോൾ ഭാഗം വരച്ചെടുക്കാം. ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് ആം ഹോൾ കർവ് വെച്ചിട്ട് നമ്മളിങ്ങനെ മാർക്ക് ചെയ്യാണ്, ഒരു 1/2 ഇഞ്ചിൽ. ഇനി ഇത് തിരിച്ച് വെച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. ബാക്ക് പോർഷൻ വല്ലാണ്ട് കുഴിച്ചെടുക്കണ്ട. ഇങ്ങനെ ഇങ്ങോട്ടാണ് മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ 2 മടക്കിയിട്ടിട്ടുള്ളൂ. 4 മടക്കിയിട്ട 2 സൈഡിലും ജോയിൻറ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മോൾ ഭാഗത്തുനിന്ന് ജോയിൻറ്റ് ചെയ്യാണ്ട് തന്നെ ഒരു സ്ലീവും കൂടെ കട്ട് ചെയ്തെടുക്കാം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് കേട്ടോ. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്ക് ജോയിൻ്റ് ഇല്ലാണ്ട് ഈ മോളിലേക്ക് ഇത്തിരി കയറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പീസിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാം. നേരത്തെ നമ്മൾ 4 മടക്കിയിടാൻ നോക്കിയാൽ 2 സൈഡിലും ജോയിൻറ്റ് വെച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ നിവർത്തിയിട്ടിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. കാരണം ഫ്രണ്ട് ആം ഹോള് കുഴിച്ചു വെട്ടാനുണ്ട്.
നമ്മൾ 2 സ്ലീവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ രണ്ടിൻ്റെയും ഈ ഫ്രണ്ട് ആം ഹോൾ ഈ 4 ഇഞ്ച് നമ്മൾ ഹാഫ് മാർക്ക് ചെയ്തില്ലേ, അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് ഇങ്ങനെ കുഴിച്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതാ അപ്പം ഫ്രണ്ട് ആം ഹോളും നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. ഇനി നമുക്കിത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എളുപ്പത്തിന് ഇതാ ഈ ഫ്രണ്ടിലെ ആം ഹോളിൻ്റെ ഭാഗത്ത് വെറുതെ ഒരു ചെറിയൊരു നോച്ചിട്ട് കൊടുത്താൽ ഫ്രണ്ടും ബാക്കും നമുക്ക് തിരിച്ചറിയാൻ എളുപ്പമുണ്ട്. ഇനി ഇതാ നമ്മുടെ കട്ടിങ്ങൊക്കെ ഒരുവിധം എല്ലാം ആയിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പോൾ ഈ ബ്ലൗസിൻ്റെ ഈ സ്ലീവ് നമ്മൾ ഇതാ ഇങ്ങനെ മടക്കിയിട്ടിട്ട് ഇതാ നമ്മുടെ സ്റ്റിച്ചിങ് വരേണ്ടത് 8 ഇഞ്ചിലാണ് വരേണ്ടത്. അപ്പോൾ 8 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്ത് ഒരു നോച്ചിട്ട് കൊടുക്കുകയാണ്. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഈ നോച്ചിട്ട ഭാഗങ്ങളെല്ലാം കറക്റ്റ് അതേ അളവിൽ തന്നെ വരികയാണെങ്കിൽ ഒരു സംശയവും വേണ്ട, നമ്മുടെ അളവെല്ലാം കറക്റ്റായിട്ട് തന്നെയാണ് വന്നിട്ടുണ്ടാവുക. ഇനി അതല്ല, നിങ്ങൾ വലിച്ചു പിടിച്ചൊന്നും കൈയടിക്കുമ്പോഴായാലും ഏത് ഭാഗമാണെങ്കിലും വലിച്ചടിക്കരുത്, അപ്പോൾ നമ്മുടെ മെഷർമെൻറ്റ് മാറിപ്പോകും. ഇനി ഇതാ നമ്മുടെ ഈ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, ഇതാ ഇത് ഓരോ പോർഷനും നമ്മൾ മാറ്റി വയ്ക്കുക. ഫ്രണ്ടിലേക്ക് വേണ്ടത് ഇതാ ഇതും ഈ പട്ടയുടെ ഭാഗവുമാണ്. ഇനി ഇത് വെച്ചിട്ട് വേണം നമ്മൾ നല്ല പീസ് കട്ട് ചെയ്തെടുക്കാൻ. ഇനി ഈ ഫ്രണ്ട് പീസ് എല്ലാ ഭാഗത്തും നമുക്ക് ഓരോ നോച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്കാണ് നമ്മൾ നോച്ചിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കത് അറിയണം. ഇതാ ഇവിടെ വെച്ചടിക്കുമ്പോൾ ഇത് നമ്മൾ 1/2 ഇഞ്ചിൻ്റെയാണ്. ഇപ്പോൾ 2 സൈഡും നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് അപ്പുറത്തേക്ക് മാർക്ക് ചെയ്യാൻ എളുപ്പമുണ്ടാവും. ആദ്യമായിട്ടൊക്കെ ചെയ്യണവർ 2 വശവും വരച്ചിട്ട് തന്നെ ചെയ്യുക. അപ്പോൾ ആ ടക്കൊക്കെ നല്ല ഷേപ്പിൽ വരും. ഇനി നമുക്കിതാ ഇതൊന്ന് മെല്ലെ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് ഈ താഴ്ഭാഗത്ത് എല്ലാ ഈ പോയിന്റുകളുടെ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതാ എന്നിട്ട് തിരിച്ചിട്ടിട്ട് നമുക്കിതൊക്കെ ഒന്നുകൂടെ മാർക്ക് ചെയ്ത് വയ്ക്കാം. ഇതാ ഇതിൻ്റെ ആ സെൻറ്റർ പോർഷനിലേക്ക് ഈ നോച്ച് പിടിച്ച് നമുക്ക് ഇതാക്കാം. ഇനി തീരെ അറിയില്ല, ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർ ഇതാ ഇതുപോലെ വരച്ചിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ അളവൊന്നും മാറിപ്പോവാണ്ട് കറക്റ്റായിട്ട് 2 സൈഡും കിട്ടും. ഇനി ഇത് നല്ല പോർഷൻ കട്ട് ചെയ്യുമ്പോൾ ഈ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്താൽ മതി. ഇനി ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനിരിക്കുമ്പോൾ എല്ലാ ഭാഗങ്ങളും കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഇരിക്കുക. അല്ലെങ്കിൽ നമുക്കും മടുപ്പ് തോന്നും, പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി ഇത് ബാക്ക് പോർഷൻ്റെ വെക്കാനുള്ള പട്ട സ്ലീവ്. ഇനി ഫ്രണ്ടിലേക്ക് വെക്കാനായിട്ട് മടക്കി അടിക്കാനായിട്ട് നമുക്കൊരു പട്ട വേണം. ഇതാ നെക്ക് പോർഷൻ കട്ട് ചെയ്തെടുത്തതാണ്. ഇത് സെൻറ്റർ കട്ട് ചെയ്തെടുക്കുക. ഇത് മടക്കി അടിക്കാനുള്ള പോർഷനാണ്. ഇനി നമുക്ക് കഴുത്തടിക്കാൻ വേണ്ടിയിട്ട് 1 ഇഞ്ചിൽ ക്രോസ് പീസും കട്ട് ചെയ്തെടുത്താൽ നമ്മുടെ ബ്ലൗസിൻ്റെ കട്ടിങ് ഫിനിഷായി.